ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പൂജാരി ഇപ്രാവശ്യവും പ്രതിയെ തിരക്കി. എന്നിട്ട് വാദി എന്ത് പറഞ്ഞു? അടുത്ത പിറന്നാളിന് വാദിയും പ്രതിയും ഒന്നിച്ചു വന്ന് പുഷ്പാഞ്ജലി നടത്താം എന്ന് പറഞ്ഞു. പിറന്നാൾ സമ്മാനം അവിടെ. ഹരിയേട്ടൻ എന്താ ചിരിക്കുന്നത്? ചെറുപ്പകാലത്തെ കുറിച്ച് ഓർത്തുപോയി. നമ്മുടെ മണവാളനും മണവാട്ടി. ഭാര്യ പോവാന്ന് വിചാരിക്കുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് സുഖമില്ലാണ്ടാവും. ഇപ്പോഴില്ലാതില്ല. അനിമോന് ചെറിയൊരു ചുമയുണ്ട്. ആരാ അനിമോൻ? അനിമോൻ ഇന്ന് കാണിച്ചു കൊടുക്കടേ. അനിമോനെ, അവൻ ഉറങ്ങുവാ. കുട്ടികൾ ഇല്ല എന്നൊരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിലും വലിയ ദുഃഖ. ആ, നമ്മുടെ കാര്യം വല്ലതും ശരിയായോ? ആ, ഒരു കാര്യം വന്നിട്ടുണ്ട്. നല്ല തറവാട്ടുകാരാ. ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പൂത്തേഴത്ത് തറവാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പേരും പെരുമയുള്ള തറവാടാ. കേട്ടിട്ടുണ്ട്. ചെറുക്കനെന്താ ജോലി? ചെക്കൻ മാഷ. എങ്കിൽ നമുക്ക് ആലോചിക്കാം. ബാലൻ നാളെ തന്നെ വരെ കൊണ്ടുവരും. ആയിക്കോട്ടെ. പാടി എല്ലാവരും പാടി. ഏട്ടാ, കരക്കാരെല്ലാരും ക്ഷണിക്കുന്നുണ്ടോ? ഹരി, എന്റെ നാത്തും സാവിത്രിയെ കൊടുത്തോടത്തും ക്ഷണിക്കാൻ മറക്കരുത്. ഇല്ല. ആ പിന്നെ അളിയന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ ആ പിള്ള മാഷ്. അങ്ങേരെയും ക്ഷണിക്കണം. ഹരിയോ, വായിരിക്കേ. കല്യാണമൊക്കെ എവിടം വരെയായി? ഈ മാസം 19-ാം തീയതിയാ. ഹരി കല്യാണം ക്ഷണിക്കാൻ വന്നതായിരിക്കും. ഹരിയുടെ ജോലിക്കാര്യം വല്ലതും ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയും കൈക്കൂലി കൊടുക്കാതെ ഒന്നും നടക്കില്ല. ചായ എടുക്കട്ടെ? വേണ്ട, പലയിടത്തും കേറാനുണ്ട്. അപ്പോ കല്യാണത്തിന് എല്ലാവരും വരണം. അങ്ങനെ ആവട്ടെ. വലത് കാലം വെച്ച് കയറുമ്പോളെ.
ദേ വരുന്നേ. സുഖമായിട്ട് നിന്ന് ടൗണിൽ പോകുമ്പോ ഈ സാരിക്ക് മാച്ചായ ഒരു ബ്ലൗസ് പീസ് കൂടി വാങ്ങിക്കണം. ഇന്ന് സമയം കാണില്ല, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. അത് പറ്റില്ല. ഷീലയുടെ കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയാ. വേറെ എത്ര സാരികളാ ഉള്ളത്? അതിലേതെങ്കിലും ഒന്ന് കൊടുത്താ പോരെ? അല്ലെങ്കിൽ നിങ്ങളൊരു പഴഞ്ചനാ. അതൊക്കെ എത്ര പ്രാവശ്യം കൊടുത്ത സാരികളാ. ഹരി, കുറച്ച് വെള്ളം പൊരുത്ത. എന്റെ കൈ കഴിച്ചു. ഹരി ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? വേഗം വരില്ലേ? തനിച്ചിരിക്കുമ്പോ ബോറടിക്കുന്നു. ഹരി കൂടി ഉണ്ടെങ്കിൽ. ഇതൊന്ന് പിടിച്ചതായോ?